നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുമ എന്തെങ്കിലും ഉണ്ടോ? ചുമ, കഫം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ മൂന്നാറിലേക്ക് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറിക്കോ. മൂന്നാർ പോയി 2 ദിവസം നിന്നാൽ ചുമ മാറും, കംപ്ലീറ്റ് ആയിട്ട് മാറും. അതേപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നമ്മുടെ നിർത്തലാക്കിയ 1000 രൂപ നോട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതുവരെ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ പേര് ഈ പടവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു പേരാണ് അവർ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഒരു നല്ല പേര് കൊടുക്കാമായിരുന്നു. കാര്യം ഈ പേരും അതിൻ്റെ പോസ്റ്ററും വെച്ചൊക്കെ ഇപ്പം അറിയാലോ, നമ്മുടെ നാട്ടിലുള്ള വിവരമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ പടം കാണാൻ കയറുന്നത് പോസ്റ്റർ വിലയിരുത്തിയും അതേപോലെ തന്നെ പേരൊക്കെ നോക്കിയാണ്. ഇതുവരെ എന്ന് പറയുന്നൊരു പേര് കേട്ടാൽ ആരും പടം കാണാൻ പോകില്ല. നിങ്ങളല്ലാതെ വല്ല അണുബോംബ് വന്നോ പാറ വെടിയെന്നൊക്കെ പറഞ്ഞൊക്കെ വല്ല പേരൊക്കെ ഇട്ടിരുന്നെങ്കിൽ ആൾക്കാർ കയറി കണ്ടനെ. അല്ലാതെ ഇതുവരെ എന്നൊക്കെ പറഞ്ഞൊക്കെ പേരിട്ടത് കൊണ്ടാണ്, അതേപോലെ ആ ഒരു കൂതറ പോസ്റ്ററൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ ആരും കയറാതെ. ഞാൻ ഈ പടം കാണാൻ കയറിയപ്പോൾ നല്ലൊരു ചിത്രമാണ്, നിങ്ങൾ വന്ന് കാണണം, നല്ലൊരു ചിത്രമാണ്. കോമഡി പ്രതീക്ഷിച്ചൊന്നും ആരും വരും, കോമഡിയില്ല, ഒരു ഉള്ള ആരും പറയില്ല. നിങ്ങൾക്കൊരു നല്ല ചിത്രം കാണണോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എന്താണോ സംഭവിച്ചത്, അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ എന്നൊരു പേര് കേട്ടാലും അതിൻ്റെ പോസ്റ്റർ കണ്ടാലും ഈ പടം ആരും കാണാൻ പോലും. ഉള്ള കാര്യം പറയില്ല, ഈ പോസ്റ്റർ കണ്ടിട്ട് ഈ പടം കാണാൻ പോയൊരു വ്യക്തിയല്ല. പക്ഷേ ഒരു ജസ്റ്റ് ഒരു സമയം പോകാൻ വേണ്ടി വെറുതെ ഒരു ടിക്കറ്റ് എടുത്ത് കയറിയൊരു പടമാണ് ഇതുവരെ എന്ന് പറയുന്ന ഷാജോൺ അഭിനയിച്ചൊരു പടം. 2018 അതേപോലെ മഞ്ഞുമൽ ബോയ്സൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിപ്പിക്കേണ്ട ഒരു ചിത്രമാണ് ഇതുവരെ എന്ന് പറയുന്നൊരു ചിത്രം. കാര്യമെന്ന് വെച്ചാൽ ഇത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 2023 മാർച്ച് 2-ാം തീയതി 60 ഏക്കറോളം വരുന്ന ബ്രഹ്മപുരത്തെ ഒരു വേസ്റ്റ് കൂമ്പാരം കത്തുകയും എനിക്ക് തോന്നുന്നു അത് ഒരാഴ്ചയിലധികം നീണ്ടു നിന്നു. അതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊച്ചി നഗരം മൊത്തത്തിൽ അകപ്പെടുത്തുന്ന രീതിക്ക് അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ തന്നെ വളരെ മോശകരമായിരുന്നു. ആ അവസ്ഥയാണ് ഈ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിലൂടെ ജനങ്ങൾക്ക് കാട്ടി തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ജനങ്ങൾ ഈ പടത്തെ ഏറ്റെടുക്കണം. 2018 നിങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ചിത്രവും നിങ്ങൾ വിജയിപ്പിക്കണം. സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇതുവരെ എന്ന് പറയുന്നൊരു മൂവി. മേക്കിംഗ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ചിത്രമാണെങ്കിലും ബഡ്ജറ്റൊക്കെ കുറച്ച് ചെയ്തേക്കുന്ന ഒരു ചിത്രമാണെങ്കിലും മേക്കിങ്ങൊക്കെ നല്ല രീതിക്കാണ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മുടെ പാറമട ബേസ് ചെയ്ത് ചില ഷോട്ടൊക്കെ ഉണ്ട്. എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ KGF-ലേക്ക് ചില ഹെലിക്യാം ഷോട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ പാറ പൊട്ടിത്തെറിക്കുന്ന അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ഷാജോൺ അറിയാലോ, പണ്ട് തൊട്ടേ നല്ല രീതിക്ക് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് നമുക്കൊരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള അഭിനയമാണ് പുള്ളി കാഴ്ചവെച്ചേക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വന്ന ഒരവസ്ഥയെ പുള്ളി അതിമനോഹരമായി ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2023 മാർച്ച് 2-ാം തീയതി 60 ഏക്കറോളം വരുന്ന ഒരു വേസ്റ്റ് കൂമ്പാരം ആരോ തീയിട്ടെന്നും പറയുന്നുണ്ട്, നോർമലി എങ്ങനെയോ കത്തിപ്പിടിച്ചതാണെന്നും പറയുന്നുണ്ട്. അവിടെ ഉണ്ടായ അവസ്ഥ എന്താണോ, അവിടുത്തെ ജനങ്ങൾ ഒരാഴ്ച എന്താണോ നേരിട്ടത് എന്ന് നമുക്ക് ഈ ഒരു ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ള അവസ്ഥയാണ് 150 രൂപ കൊടുത്ത പ്രേക്ഷകർ. കാര്യമെന്ന് വെച്ചാൽ 150 രൂപ കൊടുക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ എന്തൊക്കെയോ നമ്മളിങ്ങനെ അറിയാലോ. അപ്പോൾ പ്രേക്ഷകർക്ക് ഒന്ന് ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾക്ക് അവിടെ എന്താണോ നടന്നത് അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പോയി കാണാം. കാര്യം ഇത് റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്. 150 രൂപ കൊടുത്ത് കാണുമെന്ന് ഞാൻ പറയൂല. കാര്യമെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ നടന്ന കാര്യം ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കൊച്ചി നഗരത്തിൽ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ പുക കുറച്ച് ഞാനും ഈ പുകയുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് 2-3 ദിവസമൊക്കെ വയ്യാതെ ഞാൻ പിന്നെ കൊച്ചിയിൽ നിന്ന് ഇവിടെ ട്രിവാൻഡ്രത്തേക്കൊക്കെ വരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യത്തിൽ പല സിറ്റുവേഷൻസ് കണ്ടപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. മേക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിക്കാണ് ചെയ്തേക്കുന്നത്. കാര്യം സാധാരണ ഇങ്ങനത്തെ പടങ്ങൾക്കൊക്കെ ക്വാളിറ്റി കുറവായിരിക്കാം, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ക്വാളിറ്റി അതേപോലെ തന്നെ മേക്കിംഗ് ഒക്കെ പക്ക സ്റ്റാൻഡേർഡായിട്ടാണ് അവർ നിലവിൽ ചെയ്തേക്കുന്നത്. ഇതിലേക്ക് പറ്റിയിട്ടുണ്ടോ ക്യാമറ ചില സമയത്തൊക്കെ ചെറിയൊരു കാര്യമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ പുക എഫക്റ്റൊക്കെ ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്തെ അത് പിന്നെ എഡിറ്റിങ്ങൊക്കെ വരുമ്പോൾ അതിലുണ്ടാവുന്ന അതൊരു അറിയാമല്ലോ, അതൊരു വരും. അത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓക്കെ.